പ്രിയപ്പെട്ട എൻ്റെ ബോബനും സെലീനയ്ക്കും, ഞാൻ പോവുക മക്കളെ. എൻ്റെ മക്കൾ എന്നെ അന്വേഷിച്ച് വിഷമിക്കരുത്. അമ്മച്ചി ഇനി ഒരിക്കലും തിരികെ വരത്തില്ല. എൻ്റെ മക്കൾക്ക് മാതാവ് നല്ലത് വരുത്തട്ടെ. എന്റെ അമ്മച്ചി എവിടെ പോയി സെലീന? നീ എന്താ അമ്മച്ചിയോട് പറഞ്ഞേ? നിന്റെ സംസാരം അതിരെ കിടക്കുന്നു 100 വട്ടം ഞാൻ പറഞ്ഞതാ. ശവത്തി കുത്തും പോലെ ഒരു ദയല്ലാതെ എന്തൊക്കെയാ നീ പറഞ്ഞേ? സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അമ്മച്ചിക്ക്. ബോബൻ, ഞാനത് എനിക്ക് കേൾക്കേണ്ടത് എന്റെ ന്യായീകരണങ്ങളൊന്നും. അപ്പോഴേ അമ്മച്ചി പറഞ്ഞതാ ശിക്ഷ ഏറ്റു വാങ്ങിക്കൊള്ളാന്ന്. വല്ല കുളത്തിലോ കിണറ്റിലോ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവും എന്റെ അമ്മച്ചി. ഇങ്ങനെ വിളിച്ചു നിൽക്കാതെ സ്റ്റേഷനിൽ വിളിച്ച് പറ. ബോബൻ, പക്ഷെ ആ പ്രമാണങ്ങളും ആഭരണങ്ങളും എവിടെ പോയി? നിനക്കിപ്പോ അതാണ് പ്രശ്നം. അത് പ്രശ്നം തന്നെ ബോബൻ. ഇന്നലെ രാത്രി വളരെ സ്നേഹത്തോടെയാ അമ്മച്ചി അതല്ലേ എനിക്ക് തന്നെ. ഇത്തിരി ദേഷ്യത്തിൽ ഞാൻ സംസാരിച്ചു പോയതിന്റെ ഒരു പിണക്കവും ആ മുഖത്തില്ലായിരുന്നു. എന്നിട്ടിപ്പോ ആ പ്രമാണങ്ങളും പൊന്നും കാണുന്നില്ലെങ്കിൽ അതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. ഫ്രണ്ട് ഡോർ ആരാ തുറന്നേ? ബോബനാണോ? ഞാൻ വന്ന് തുറക്കാൻ നോക്കിയപ്പോ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതി നീ തുറന്നായിരിക്കും. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. നീ എന്നതായി പറഞ്ഞു വരുന്നേ? ബോബൻ അപ്സെറ്റ് ആവണ്ട. അമ്മച്ചി ഇവിടുന്ന് തനിയെ ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ? ഊഹിക്കാനേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറ്റൂ. പ്രമാണങ്ങളും പൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരോ ഈ വീട്ടിൽ കയറിയിട്ടുണ്ട്. ഈ കത്തുപോലും അയാൾ അമ്മച്ചിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതിച്ചതാണെങ്കിലോ? ഒരു പക്ഷേ അയാളുടെ കസ്റ്റഡിയിലായിരിക്കാം ആ പ്രമാണങ്ങളും പൊന്നും, പിന്നെ അമ്മച്ചിയും. ഒടയാണിഞ്ഞോട്ടെ വെറ്റിലെ അടക്കെടുത്തോട്ടെ നാലും കൂട്ടി മുറുക്കിയോട്ടെ. എന്താ ഇത് മാമാങ്കം? നല്ല സന്തോഷത്തിലാണല്ലോ രാവിലെ തന്നെ. ഇടോ കേശു, ഇന്നലെ രാത്രി മുഴുവൻ കൊച്ചിന്റെ കാര്യം ആലോചിക്കായിരുന്നു ഞാൻ. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവുക? അത് നേരാ മുതലാളി. ഇത്രയും കാലം വെട്ടിയിട്ട തടി പോലെ ആരെയും തിരിച്ചറിയാണ്ട് കിടന്നിട്ട് ദൈവാനുഗ്രഹം ഉണ്ടായതുപോലെയല്ലേ ഇന്നലെ വൈകുന്നേരം കൊച്ചു ത്രേസ്യ കണ്ണു തുറന്നതും സംസാരിച്ചതും ഒക്കെ. അപ്പോ എങ്ങനെയാണോ ഞാൻ സന്തോഷിക്കാതിരിക്കുന്നേ? 9 മണിക്കല്ലേ ആശുപത്രി സന്ദർശന സമയം? 8 മണിക്ക് ഗേറ്റ് തുറക്കും. അപ്പൊ നല്ല തിരക്കായിരിക്കും. മുതലാളി പോണുണ്ടോ? രാമായണം വായിച്ചിട്ടും രാമനും സീതയും തമ്മിൽ എന്താ ബന്ധമെന്ന് തനിക്ക് അത്തും ബെത്തും വാങ്ങി ആ മൂലിക്ക് പോയിരിക്കെ. ഞാൻ ഒറ്റയ്ക്ക് പോകോളാം. അയ്യോ, അതല്ല മുതലാളി. അല്ല, മുതലാളിക്ക് വയ്യാണ്ടിരിക്കുമ്പോ. ആർക്കാടോ വയ്യാത്ത? എന്നെ കണ്ട ഒരു വയ്യാത്ത രോഗിയാണെന്ന് തോന്നുവോ? ഏയ്, ഒട്ടുമില്ല. മുതലാളി ഇത്തിരി കറുത്ത ചായ എടുത്ത് തലയിലും മോന്തയിലും ഒക്കെ പൂശിയാല് ഈ പാറക്കുഴിയിൽ ഒറ്റ ചെറുപ്പക്കാരും മുതലാളിക്ക് നേരെ നിൽക്കില്ല. എന്താ കാരണം? മുതലാളിയുടെ മനസ്സില് നിറയെ സ്നേഹമാ. മനസ്സിൽ സ്നേഹമുള്ളവർക്ക് പ്രായം ആകത്തില്ല മുതലാളി. താൻ എന്നെ ഒന്ന് വാരിയതാണോ? ഉള്ളത് പറഞ്ഞാലും മുതലാളിക്ക് ഇപ്പം പിടിക്കത്തില്ല. അച്ഛാ, എന്താ മോളെ? അച്ഛൻ ഇതൊന്ന് നോക്ക്. എന്താ നീ കാര്യം പറ. മൃദുല എവിടെയൊന്നും കാണാനില്ല. അവള് ഈ കത്ത് എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കും അച്ഛാ. എന്താ എന്താ കത്തിൽ എഴുതിയിരിക്കുന്നത്? അത് നമ്മളൊക്കെ അവളും നിതിനും തമ്മിലുള്ള കല്യാണത്തിന് എതിരാണെന്നും അതുകൊണ്ട് നിതിന്റെ കൂടെ പോവാന്നാ. കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന്. ആരും അന്വേഷിക്കാനോ പോലീസിൽ പരാതിപ്പെടാനോ ശ്രമിക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാ കുട്ടികൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? ഇവിടെ ആർക്കാ അവരുടെ കല്യാണത്തിനോട് എതിർപ്പ്? അച്ഛന്റെ അർജുനന്റെ പേര് എഴുതിയിരിക്കുന്നത്. അവസാനം പ്രതിസ്ഥാനത്ത് ഞാൻ. കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വാശിയും വൈരാഗ്യവും ഉപേക്ഷിച്ച് മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ ഞാൻ ചില ഉപാധികൾ പറഞ്ഞു കൊടുത്തു.
അത് കല്യാണത്തിനുള്ള എതിർപ്പാണോ മോളെ? നിങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിനൊത്തല്ലേ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് ഞാൻ എതിരാണെന്ന്. അച്ഛൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ എന്തൊക്കെയോ എഴുതി വെച്ചതിന് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് സെലിനോട് പറഞ്ഞ് അവരെ കണ്ടുപിടിച്ച് നമുക്കാർക്കും കല്യാണത്തിന് ഒരു വിരോധം ഇല്ലാന്ന് അറിയിക്കാം. മൃദുല മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല. നിതിന്റെ ഫോണും സ്വിച്ച് ഓഫാ. സെലീന ആവശ്യപ്പെട്ട പോലീസ് പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. വഴിയില് എന്റെ കുട്ടികൾക്ക് അപകടം ഉണ്ടാവാതിരുന്ന മതി. ഒന്നും ഉണ്ടാകത്തില്ല മോളെ. മച്ചകത്ത് ഭഗവതി നമ്മുടെ കുട്ടികളെ കാത്തോളും. എന്ത് ചെയ്യാനാ ഫ്രാൻസിസ്? ഒന്നൊഴിയുമ്പോ വേറൊന്നു വന്ന് ചാടിക്കൊണ്ടിരിക്കും. മദറിൻലാ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞത് രാവിലെയാണോ അതോ രാത്രി തന്നെ മനസ്സിലായോ? ഇല്ല, രാവിലെ അറിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടത്തിൽ അമ്മച്ചി എനിക്ക് വെച്ച് നീട്ടിയ പ്രമാണങ്ങളും ആഭരണങ്ങളും കാണാനില്ല. അതെന്തായാലും അമ്മച്ചി കൂടെ കൊണ്ടുപോകാൻ സാധ്യതയില്ല. പിന്നെ അതെവിടെയെന്നുള്ളൊരു ചോദ്യവും ഇതിന്റെ പിറകിലുണ്ട്. കേസ് ഫയൽ ചെയ്തേക്കിട്ടാ സാർ? അത് വേണോ ഫ്രാൻസിസ്? പത്രക്കാരറിഞ്ഞ അവരത് വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കും. അല്ലാതെ അൺഒഫീഷ്യലായിട്ട് ഫ്രാൻസിസ് അമ്മച്ചിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാ എന്റെ ആവശ്യം. അതാവാം സാർ, നോ പ്രോബ്ലം. കേസ് ഫയൽ ചെയ്യാത്ത കാര്യമൊന്നും തൽക്കാലം ഞാൻ പുറത്തു പറയുന്നില്ല. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഞാനങ്ങ് തുടങ്ങും. സാറിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമോ നിർദ്ദേശങ്ങളോ തരാനുണ്ടോ? ഉണ്ട്, പക്ഷേ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. കുടുംബകാര്യമായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ നിരീക്ഷണങ്ങൾ തെറ്റാവാം. അങ്ങനെ ആവുമ്പോൾ ഫ്രാൻസിസ് വഴിതെറ്റും. അത് വേണ്ട, ബ്ലാങ്ക് ആയിട്ട് തുടങ്ങിക്കോ. എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. ഓക്കെ സാർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഹലോ, ആ എന്താ ആൻറ്റി? ഓ അത് ശരി. മൃദുല, അങ്ങനെ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ നിൽക്കണ്ട. ആൻറ്റി, ഞാൻ പറയുന്ന കേൾക്ക്. കാര്യവും കാരണവും ഒക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം. ഞാനിപ്പോൾ ഓഫീസിൽ നിൽക്കുക. എന്താ സാർ, വീട്ടിലെന്തെങ്കിലും പ്രശ്നം? ഏയ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങാം ഫ്രാൻസിസ്. അമ്മച്ചിയുടെ കാര്യത്തിൽ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായാലും എന്നെ വിളിക്കണം. സാർ, യെസ്. സാറിന്റെ സസ്പെൻഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമുണ്ട്. ഞാൻ ഒരു തവണ കൂടി മെനഞ്ഞാന്ന് ഫോറസ്റ്റ് കയറി തെരഞ്ഞു. 4 ഫോറസ്റ്റ് ഗാർഡന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഫിലിപ്പോസ് എവിടെയെങ്കിലും തങ്ങിയതായിട്ടോ ആഹാരം കഴിച്ചതായിട്ടോ എവിടെയും ഒരു ലക്ഷണവും കണ്ടില്ല. അങ്ങനെ ആരെങ്കിലും ഫോറസ്റ്റ് കടന്നിട്ടുണ്ടെങ്കിൽ അവരറിയാതിരിക്കില്ല എന്നാ ഗാർഡുമാർ പറയുന്നത്. നമുക്ക് നോക്കാം. സിറ്റിയിലെ 2 ചേരി പ്രദേശങ്ങളും ഒന്ന് വാച്ച് ചെയ്തു നോക്കൂ. എന്തായാലും മനോവിഭ്രാന്തിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റില്ല ഫ്രാൻസിസ്. അധികം വൈകാതെ അയാൾ നമ്മുടെ മുമ്പിലെത്തും. എനിക്കത് ഉറപ്പുണ്ട്. എൻ്റെ കൈകൊണ്ട് തന്നെ ഫിലിപ്പോസിനെ പിടിച്ച് ഫ്രാൻസിസിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. ഒരു കൊലപാതകയെ സംരക്ഷിച്ചു എന്ന ദുഷ്പേരുമായി ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഫിലിപ്പോസിനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് എന്താ കാര്യം ബോബൻ? അമ്മച്ചി അങ്ങനെ ബുദ്ധിമോശമൊന്നും കാട്ടില്ല. എന്നാലും എങ്ങോട്ടാ പോയത്, എന്തിനാ പോയതെന്നൊന്നും അറിയാതെ. എന്നോട് പിണങ്ങി ഇറങ്ങിപ്പോയതല്ലെന്ന് ബോബന് മനസ്സിലായില്ലേ? നിറഞ്ഞ മനസ്സോടെയാ അമ്മച്ചി ആ പ്രമാണങ്ങളും ആഭരണങ്ങളും ഒക്കെ എനിക്ക് വെച്ച് നീട്ടിയത്. അപ്പോൾ അമ്മച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നുവെന്ന് ഒരു സംശയം എനിക്ക് തോന്നിയില്ല. പക്ഷേ അമ്മച്ചി നിനക്ക് വെച്ച് നീട്ടിയ ആ പ്രമാണങ്ങളും ആഭരണങ്ങളും ഇവിടെ കാണാനില്ലല്ലോ. അതൊക്കെ എങ്ങോട്ട് പോയി? സ്നേഹത്തോടെ നിനക്ക് തന്നെ എടുത്തോണ്ട് അമ്മച്ചി ഇറങ്ങിപ്പോവോ? ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. കിട്ടിയ ഒരേ ഒരു ഉത്തരം ഇതാണ്. അമ്മച്ചി രാത്രിയിൽ വീട് ഉപേക്ഷിച്ചിറങ്ങിപ്പോയി. ഭർത്താവില്ലാത്ത വീട്ടിൽ കഴിയേണ്ടെന്ന് കരുതിയാണോ ആവോ?
ഇറങ്ങിപ്പോയതിന് എന്തായാലും വ്യക്തമായ കാരണം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം വ്യക്തം, അമ്മച്ചി വാതിലും തുറന്നിട്ട് ഇറങ്ങിപ്പോയതിന് പിന്നാലെ ഈ വീട്ടിൽ കള്ളം കയറി. ഒന്നുകിൽ അമ്മച്ചി ഇറങ്ങിപ്പോയത് കണ്ട ശേഷം, അതല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് കക്കാൻ ഇറങ്ങിയ ആൾ തന്നെയാവും. ഇരുട്ടിൽ മുൻവാതിൽ തുറന്നിട്ടിരിക്കുന്ന കണ്ടപ്പോ പരിസരം ശ്രദ്ധിച്ച് അകത്ത് കയറി. നോക്കുമ്പോ നേരെ മുമ്പിൽ പ്രമാണങ്ങളും ആഭരണങ്ങളും. കൂടുതൽ റിസ്കിന് നിൽക്കാതെ കള്ളൻ അതെടുത്ത് സ്ഥലം വിട്ടു. പ്രമാണം വെച്ച് കള്ളൻ എന്ത് ചെയ്യാൻ? എന്താ ചെയ്തുകൂടാത്തെ? വ്യാജ പ്രമാണങ്ങൾ നാട് വാഴുന്ന കാലമല്ലേ. അയാളത് സ്വന്തം പേരിലാക്കും. പിന്നെ അത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി നിയമയുദ്ധം നടത്തേണ്ടി വരും. എന്നാൽ തന്നെ തിരിച്ചു കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. സിവിൽ കേസിന്റെ കാര്യം അറിയത്തില്ലേ, വർഷങ്ങൾ നീണ്ടുപോകും. ആ, എനിക്കിപ്പോ പ്രമാണങ്ങൾ പോയതോ അമ്മച്ചിയുടെ ആഭരണങ്ങൾ പോയതോ അല്ല പ്രശ്നം. അമ്മച്ചിയെ കാണാത്തതാ. നീ എന്താ ഒരു ശ്രമം നടത്താത്തെ? ഞാൻ ശ്രമം നടത്തില്ലെന്ന് ആര് പറഞ്ഞു? ഇന്ന് നേരിട്ട് ഓഫീസിൽ ചെന്ന് SI ഫ്രാൻസിസിനോട് അമ്മച്ചിയുടെ സകല ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തില്ല, പക്ഷേ ആ നിലയ്ക്ക് തന്നെ അന്വേഷിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയ ASPയെ ഇതുവരെ അത്തേരിയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. അമ്മച്ചിക്ക് അപകടമൊന്നും വരത്തില്ലെന്ന് ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. എന്റെ അപ്പൂപ്പനെ പോലെ തന്നെ നല്ല മനസ്സുള്ളയാളാ അമ്മച്ചി. അതുകൊണ്ട് എനിക്ക് വിശ്വാസം അമ്മച്ചി തിരിച്ചു വരുമെന്ന്. എടാ കരുമാ, എടാ ഏ? എന്താ നിന്റെ ഉദ്ദേശം? ഉം. നീ എന്നതാ ഈ കാണിക്കണേ? അവനവന് പറ്റണ പണി വേണം ചെയ്യാൻ. ഓ. വയ്ക്കടാ അവിടെ. എടി, ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാണ്ടായി പോയല്ലോ നിനക്ക്. ഒന്നുമില്ലേലും നിന്റെ കഴുത്തി താലിച്ചരട് കെട്ടിയോനല്ലേ ഇവൻ. എങ്ങനെ തോന്നിയടി കൈവയ്യാത്ത ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ? അയ്യോ എന്റെ മുത്തിയമ്മേ, ഞാനിതൊന്നും പറഞ്ഞതല്ല. ഞാനിതൊന്നും കണ്ടതുമില്ല. പിന്നാമ്പുറത്തായിരുന്നു ഞാൻ. മുത്തി ഒന്ന് ചുമ്മാ ഇരുന്നേ. ചിന്നു പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ കഞ്ഞി വെക്കാൻ പിന്നെ വിറകിന് ചിന്നു എന്നാ ചെയ്യും? തന്നെതാ വെട്ടിക്കറണോ? എന്നിട്ട് വേണം വയറ്റുള്ള കൊച്ചിന് എന്തെങ്കിലും കുഴപ്പം പറ്റാൻ. മുത്തിയമ്മ ചക്ക അരിഞ്ഞിട്ട് വേവിക്കാൻ നോക്ക്. ഇവിടുത്തെ സകല പണിയും ഞാൻ തന്നെ ചെയ്യും. അല്ലാതെ ചിന്നുനെ കഷ്ടപ്പെടുത്താൻ എന്നെ കിട്ടുകയില്ല. എന്നാലും ഇത് ഇത്തിരി കടുപ്പം തന്നെ. നിനക്ക് വല്ല ചുള്ളിക്കമ്പും പറക്കി കത്തിച്ചാ പോരേടി ചിന്നു. എന്റെ മുത്തിയമ്മേ, അടങ്ങിയിരിക്കാൻ പറഞ്ഞ കേക്കത്തില്ല. കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. ഒറ്റ കൈവച്ച് വെട്ടുമ്പോ കാലെ കൊണ്ട പിന്നെ കാലുമില്ല ഉണ്ടാവും. എന്നെ സങ്കടപ്പെടുത്താനായിട്ട് ഓരോന്നിങ്ങനെ ചെയ്തോളൂ. ഹാ, ഈ മുത്തിയമ്മയുടെ വർത്താനം കേട്ട് നീ എന്തിനാ ഇങ്ങനെ ചുമ്മാ? ചുമ്മാതാണോ? കാര്യല്ലേ മുത്തിയമ്മ പറഞ്ഞത്? ഇനി തന്നെ ഹാ, ഇനി ചിന്നു വിട്. തരാൻ. വിട്, കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അകത്തായാലും പുറത്തായാലും നിന്നെ കൊണ്ടൊരു പണി ഞാൻ ചെയ്യിക്കുകയില്ല. അതെന്താടാ കരുമ? വയറ്റിലുണ്ടായാ പിന്നെ പെണ്ണുങ്ങൾ വീട്ടുജോലി ഒന്നും ചെയ്യൂലേ? അതുകൊണ്ടല്ല മുത്തി, പാർവതി ഡോക്ടർ പ്രത്യേകം പറഞ്ഞാ സൂക്ഷിക്കണമെന്ന്. എവളോട് തന്നെ പറഞ്ഞത്. ഓ, അതൊക്കെ ഡോക്ടർമാർ എപ്പോഴും പറയും. എടാ മോനെ, പേരിന് ആദിവാസിയൊക്കെ ഒരു രീതിയുണ്ട്. അതനുസരിച്ച് ഈ വിളങ്ങ് പെറ്റാ മതി. അല്ലേടി ചിന്നു? നീ എന്തിനാടാ ചുമ്മാ ഡോക്ടർമാരെ കാണിക്കാൻ പോയത്? അതുകൊണ്ട് കുഴപ്പം മനസ്സിലായി, അത്ര തന്നെ. ചിന്നുന്റെ ഗർഭപത്രത്തിന് ഒട്ടും ശക്തിയില്ലെന്നാ പാർവതി ഡോക്ടർ പറഞ്ഞത്. മരുന്നൊക്കെ കഴിച്ചാല് കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തി ഗർഭപത്രത്തിന് കിട്ടുള്ളൂന്നാ പറഞ്ഞേ. അത് 4 മാസം തൊട്ട് തന്നെ വേണം. അതുവരെ വളരെ സൂക്ഷിക്കണം. അടുപ്പിന്ന് കഞ്ഞി പോലും ഇറക്കി വെക്കാൻ പാടില്ല. ഇനി മുത്തി പറ, ഇവളെ കൊണ്ട് ഞാൻ പണിയൊക്കെ ചെയ്യിക്കണോ? എന്റെ മലങ്കാളി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ല. കൊച്ചിന് വല്ലതും പറ്റുമെന്ന് ഓർത്തല്ല എനിക്ക് വിഷമം. എവക്ക് വല്ലതും പറ്റിപ്പോയാ ഞാൻ പിന്നെ